നീതി മനസ്സിൽ നിന്ന് വിട്ടുമാറണില്ല. എന്തൊക്കെയോ സംഭവിക്കാൻ പോണു എന്നൊരു തോന്നല്. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞോണ്ടാ മോൻ ഇങ്ങോട്ട് വന്നത്. അത് ഒരു ദുർനിമിത്തമായി പോയി. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ചില ദുഷ്ടന്മാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഇതെല്ലാം. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാ. കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ. മതമൊക്കെ നല്ലതാ ഒരാദർശത്തിന്, പക്ഷെ അതൊരു ആയുധമാക്കിയാലോ? വിവരം വിശേഷബുദ്ധി ഇല്ലാത്ത കാളക്കൂട്ടങ്ങളെ മാഷ തല്ലി കുത്തി ചത്തത്. അതിങ്ങൾ അങ്ങനെ തന്നെ തീരണം. ഈ വീട്ടിൽ വന്ന എന്റെ കാല് വെട്ടുന്ന എനിക്കുള്ള ഭീഷണി. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും എന്റെ വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ എന്നെയാണ് ഈ പുണ്ണ് ഇത്ര കണ്ട് കുത്തി നാറ്റി ചെയ്യാ. ഞാനോ? നീ മാത്രല്ല നബീസും. നിങ്ങൾക്ക് ഒരുമുണ്ടായിരുന്നെങ്കിൽ ഈ മതങ്ങളും അതിനെ മുതലെടുത്തവരും തോറ്റു തുന്നമാളിലായിരുന്നോ? ഞാൻ എന്ത് ചെയ്യാനാ? നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റൂ. നീ ചെന്നവളെ കാണണം. മാണിക്യം ചുമക്കുന്ന സർപ്പത്തെ പോലെയാ. സ്നേഹിച്ച മാണിക്യം, പകയെടുത്ത വിഷം. അതാണ് അവൾ. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. നീ വിളിച്ചാൽ നബീസ് ഇറങ്ങി വരും. കണ്ണം പോണം. തല പോയാലും വേണ്ടില്ല, ഞാൻ കൂടെ വരാം. നബീസു, കൺമുന്നിൽ നിന്ന് എന്നെ അകറ്റിയാലും നിന്റെ മനസ്സിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റും. മതങ്ങളില്ലാതെ മനസ്സുകൊണ്ട് അടുത്തവരെ നമ്മള്. പക്ഷെ ഇപ്പോ മതങ്ങൾ നമ്മുടെ ജീവിതം വെച്ച പന്താടുന്ന. മനസ്സിൽ ഇനിയും പകയും വാശിയുണ്ടെങ്കിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാം. എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. നിന്നെയും പൊടിമളയും കൊണ്ടുപോവാൻ ഞാൻ വരും. നീ വരില്ലേ? മറ്റന്നാളല്ലേ നമ്മുടെ പൊടിമോളുടെ പിറന്നാള്. അന്നും നീയും മോളും എന്റെ കൂടെ ഉണ്ടാവണം. ഉണ്ടാവണം. ഓളെന്തു പറഞ്ഞു? അവൾ എന്റെ നബീസു അല്ലേ? വരും. നീ വാ. കള്ള പന്നികളെ ഓളെ തട്ടിക്കൊണ്ടുപോകുമെന്നാണല്ലേ? നീ തല്ലി ഈ പന്നി വീണ്ടതൊരു വർഗീയ ലഹളയാക്കി മാറ്റും. അള്ളാഹുവിന്റെ നാമത്തിൽ ഓനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. മാറ്റുന്നു. വാ. അങ്ങനെ ആർക്കും സംശയം വേണ്ട. ഉമ്മാ എന്താ ഈ രാത്രിയില്? നിങ്ങൾ വരി, ഒരു കാര്യം കാണിച്ചേരാ. നബീസു, ഈമ്മാ, നീയാണ് ആദ്യം കാണേണ്ടത്. വരി. നോക്കി. പടച്ചോൻ വലിയവനാ. എത്ര സാമർഥ്യക്കാരനായാലും അപം കണി ഒരുക്കാ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂല. ഇവര് ബിസിനസ് തുടങ്ങിയിട്ട് കാലം കുറയായി. നേരിട്ട് കണ്ടാലേ അനക്ക് വിശ്വാസം വരുമെന്ന് ചെറിയ മാമയ്ക്ക് അറിയാം. കണ്ടല്ല? എവിടെ പോയിരുന്നേ ഈ പാതിരാക്കി? പൂച്ച കണ്ടടച്ച് പാലുടിച്ച് ആരും അറിയില്ലാന്ന് കരുതിയാ? സത്യം പറ, ഓൻ വിളിച്ചിട്ടല്ലേ ഈ അവിടെ പോയത്? കണ്ടത് ദുസ്വപ്നമാവട്ടെ, കേട്ടത് കള്ളമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്കിലും മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചോദിക്കാം, സത്യാണോ? അതെ, നിന്റെ പടച്ചോനെ. അന്നവരെ ബാത്റൂമിൽ നിന്ന് പിടിച്ചപ്പോ ഈ വിശ്വസിച്ചില്ല. എത്ര നാളായി ഇവിടെ കൈബന്ധം തുടങ്ങിയിട്ട്? കുറെ നാളായി.
ഏയ് പൊടിക്കുപ്പി, ഞാൻ ആരാന്നറിയോ? കുഞ്ഞിനെ താഴെ വെക്കടാ. നിന്നോടാ പറഞ്ഞേ കുഞ്ഞിനെ താഴെ വെക്കാൻ. ഇവൾ എന്റെ കുഞ്ഞാ. ഇവളെ നബീസുനും കൊണ്ടുവരാൻ വന്ന്. മോളെ നബീസു നബീസു, വേണ്ട, നിങ്ങളെ ചതിയനോ? നിങ്ങളെ മാത്രം വിശ്വസിച്ച് പോയ ഒരു മണ്ടിയാ ഞാൻ. ഇപ്പോ വേണ്ട, എനിക്കിനി നിങ്ങളെ കാണണ്ട, എന്റെ മോളെ തൊടണ്ട. ഇനിയും പക തീർക്കല്ലേ? മോളുടെ പിറന്നാൾ ഒരുക്കി കാത്തിരിക്ക അവിടെ ഒരു അച്ഛനും അമ്മയും. എന്റെ വാക്ക് വിശ്വസിച്ചു. ഒരിക്കൽ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായവളാ ഞാൻ. ഇപ്പൊ എന്റെ മോള് സത്യമായിട്ട് പറയാം, ഇനി എന്റെ മുന്നിൽ വന്ന വീണ്ടും ആ കടും കഴിഞ്ഞാൽ ചെയ്യും. നബീസു, ഒരു പോർവിളിക്കുള്ള ശേഷി എനിക്കില്ല. വേണമെങ്കിൽ ഈ കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കാം. എന്റെ മോൾക്ക് ഇനിയെങ്കിലും സ്വൈര്യം കൊടുത്തുകൂടെ? അതോ ഓളെ കൊന്നിട്ടേ പോളൊന്ന് വാസിയുണ്ടാ? ജാതി വേറെയാണെങ്കിലും സ്വന്തം മോനെ പോലെ തന്നെ ഞങ്ങൾ കണ്ടത്. ഇന്നലെ ആ മുന്താസ് മുറിന്ന് ഇറങ്ങി ഭരണ കണ്ടപ്പോ ആരോടൊപ്പം വേണമെങ്കിലും പുറത്തോളൂ, പരാതിയില്ല. പക്ഷെ എന്റെ മോളെ ഇനി എന്നോടൊപ്പം കഴിയാൻ ഞാൻ വിടില്ല. പാവപ്പെട്ട പെമ്പിള്ളേർക്ക് പണയാധാരം കാശ് കൊടുത്തൊരു കുടുംബം താൻ കലക്കാന്ന് കരുതിയല്ലേ? അറിയോ, നബീസിനെ തെറ്റിക്കാൻ താൻ കരുവാക്കിയ പെണ്ണുണ്ടല്ലോ മുന്താസ്, ഓള് പൊളിച്ചോടിയിരിക്കുക. ആരുടെ കൂടെ? മതി. എന്റെ ജീവിതം തകർത്തു പോട്ടെ. ചിലപ്പോ കുറ്റബോധം കൊണ്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നിരിക്കും. അവളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എനിക്ക്? കൂറുള്ള ഒരു തൊഴിലാളിയാണ് ഞാൻ. ഇങ്ങനൊരു അവസരത്തിൽ എന്റെ മുതലാളിയുടെ ഉണ്ട ചോറിന് നന്ദി കാണിച്ചാ പറ്റും. മുതലാളി പൊറുക്കണം. നീചന്മാർക്ക് വേണ്ടി കർത്താവിന് ഒറ്റുകൊടുത്ത യൂദാസിനെ ഓർത്തു പോയി ഞാൻ. മാറിക്ക. എല്ലാ നൂലാമാലകൾ ഉണ്ടാക്കിയത് ഇയാളാ. ആ കുരുക്കഴിക്കാൻ ഇയാള് തന്നെ വേണം. ഈശ്വര അല്ലാ തേരെ നാം സബ്കോ സമ്മതി ദേ ഭഗവാൻ. അർത്ഥം അറിയോ കുഞ്ഞുമുക്കാക്ക്? ഇല്ല. ഈശ്വരനും അള്ളാഹും ഈശോയും എല്ലാം ഒന്ന് തന്നെ. പിന്നെ എന്തിനാ ഒരു ദുഷ്ടന് വേണ്ടി വർഗീലകളെ ഇളക്കി വിട്ടത്? മനസ്സുകൊണ്ട് ഞമ്മ നല്ലവനാണ്. പക്ഷെങ്കിപ്പൊ ഞമ്മള് ചെകുത്താന്റെയും കടലിന്റെയും നടുവിലാണ്. ഞമ്മക്കൊന്ന് രക്ഷപ്പെട്ടത്. എങ്കി വാ, വന്നല്ലേ മേറ്റ് പറയും. വാ. സാരമില്ല കുട്ടി, ജാതിയും മതവും ഒന്നും ഏക്കാതെ വന്നപ്പോഴാണ് അവർ ഈ പെൺകുട്ടികളെ ആയുധമാക്കിയത്. നബീസുവിന് മുന്താസ് സ്വന്തം കൂടപ്പറപ്പിനെ പോലെയായിരുന്നു. എന്നിട്ട് ഓക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ചെയ്തതല്ലോ, ഓളെ വശീകരിച്ച് ജയിപ്പിച്ചത്. നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറുത്താൻ കൂടി ഉണ്ടായിരുന്നു അല്ലടാ? മനസ്സിൽ മാത്രമല്ല, ശരീരം മുഴുവനും പിടിപെടാതെ അതിപ്പോഴും എന്റെ ഒപ്പം ഉണ്ട്. ഇവള് വാങ്ങുകയും ചേർന്നാണ് എന്നെ ഈ നിലയിലാക്കിയത്.